സാബു മോനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ. നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. പാവ ഈ ചെറുക്കൻ ഗതി പിടിച്ച് കാണാത്തില്ല, വലിയ വിഷമത്തില്ല. നീ കൂടെ നിർത്തിക്കോ ഒരു സഹായമായിട്ട്. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ നല്ല പെടയാണ് കിട്ടണ്ട്, പിന്നെ സ്വഭാവം മാറ്റരുത്. അപ്പോൾ നന്ദു ചേട്ടൻ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലോ അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ല. എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാന് എന്ന് ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചളഞ്ഞു. അവന്മാരെ ശരിക്കൊന്ന് നോക്കി വെച്ചോ. എന്തിനാ ബോസ് ഇനി കാണുമ്പോ മാറി നടക്കാൻ? അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളനെ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ. ഈ അടുത്ത കാലത്തെങ്ങാനും ഇയാൾ അക്രമാസക്തനാവുകയോ ശാന്തനല്ലാത്ത രീതിയിൽ പെരുമാറുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്, എന്നിട്ട് അയാള് ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവുകയാണ്. ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ?